ഏവർക്കും നമസ്കാരം. അക്കീശാല വേവ്സ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയംഗമായ സ്വാഗതം. ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നിരന്തരം PSC, UPSC അതുപോലെ തന്നെ SC മേഖലയിൽ പഠിതാക്കളായി നമ്മുടെ സംസ്ഥാനത്തിനുടനീളമുള്ള യുവാക്കൾ പരിശ്രമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന സർക്കാർ അത്തരം പഠിതാക്കൾക്ക് വേണ്ടി ഒരു സഹായമസ്തം എന്ന രീതിയിൽ കണക്ട് വർക്ക് എന്ന വലിയൊരു പദ്ധതി മുഖാന്തരം 1000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയുടെ വിശദാംശവുമായിട്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഷെയറുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യുവതലമുറയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ പഠനോത്സാഹം നിലനിർത്തുകയും നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതി. വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ തൊഴിൽ പരിശീലന സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. ഈ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 3 ഇനം മാനദണ്ഡങ്ങളാണ് ഇതിനകത്ത് യോഗ്യതാ നിബന്ധനകൾ കൊടുത്തിട്ടുള്ളത്. ഇത്തരം അപേക്ഷകർ 18നും 30നും വയസ്സിന് ഇടയിൽ ഉള്ളവരായിരിക്കണം. കൂടാതെ അവരുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നുള്ളതും, കൂടാതെ നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖല റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം ഇത്തരം അപേക്ഷകർ. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ആയിരിക്കണം. അതല്ല എങ്കിൽ അവർക്ക് പുതുതായി ഇതിനകത്ത് കാൻഡിഡേറ്റ്സ് ലോഗിനിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരണം ഈ ഒരു വോയിസ് ക്ലിപ്പിന് ശേഷം ഞാനിവിടെ വീഡിയോ നിങ്ങൾക്ക് പ്രദർശിപ്പിച്ച് കാണിച്ചിരുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അർഹതാ മാനദണ്ഡത്തിൽ പറഞ്ഞവർക്ക് മുഴുവനും ഇതിൻ്റെ അപേക്ഷ കൊടുക്കാം. എങ്കിലും അതിനകത്ത് കൃത്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി ഇതിനകത്ത് ഞാൻ സൂചിപ്പിക്കാം. അപേക്ഷകരുടെ മേൽവിലാസം തെളിയിക്കുന്നതിന് താഴെ പറയുന്ന ഏതെങ്കിലും ഒരു രേഖ നിർബന്ധമായും നമ്മുടെ ഓൺലൈൻ സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നെങ്കിൽ വോട്ടർ ID കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ടിന് നിർബന്ധമായും അതിനകത്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണം, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്. ഇത്രയും കാര്യങ്ങൾ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖയായി കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ജനന തീയതി തെളിയിക്കുന്നതിന് താഴെ പറയുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റോ അവരുടെ രേഖയായി വെക്കാവുന്നതാണ്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഇതിനകത്ത് ഹാജരാക്കണം. കഴിഞ്ഞ 6 മാസത്തിനകം വില്ലേജ് ഓഫീസർ നൽകിയ വാർഷിക വരുമാനം സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഇതിനകത്ത് ഉണ്ടാവേണ്ടത്. അതും നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പോലെ തന്നെ 1 ലക്ഷം രൂപയിൽ കൂടാനും പാടില്ല എന്നുള്ളതും കൂടി സൂചിപ്പിക്കട്ടെ. വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റായി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപേക്ഷകന്റെ പേരിൽ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്കൂള്, അതുമല്ല കോളേജ്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത നേടിയത് തെളിയിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റാണ് അപേക്ഷകർ നൽകേണ്ടത്. കൂടാതെ പ്രത്യേകമായി ഇതിനകത്ത് പറയുന്നത്, മത്സര പരീക്ഷാ വിഭാഗങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതി നിബന്ധനകൾ പ്രകാരം അപേക്ഷിച്ചതായി തെളിയിക്കുന്നതിന് വേണ്ടി അക്നോളജ്മെന്റ് സ്ലിപ്പ് ഹാജരാക്കേണ്ടതാണ്. കേരള PSC, UPSC,
SSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്ന വെബ്സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോമിന്റെയോ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് സ്ലിപ്പിന്റെയോ പകർപ്പാണ് സമർപ്പിക്കേണ്ടത്. കൂടാതെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇതിനകത്ത് ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. PSC, UPSC, SSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായി മത്സര പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അതിനായി തയ്യാറെടുക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയുടെ നിബന്ധനകൾ പ്രകാരം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം കൂടി ഇതിനകത്ത് വെക്കേണ്ടതുണ്ട്. അതിന്റെ ഫോറം ഈ സൈറ്റിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സാക്ഷ്യപത്രം 2 അനുബന്ധം 2 എന്ന് കൃത്യമായി അതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. അതിന് താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഒപ്പം വെക്കുക, സ്ഥലം തീയതിയും വെച്ച് അതും കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് പ്രകാരം പ്രതിമാസം 1000 രൂപ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി ആയതിനാൽ തന്നെ ഉദ്യോഗാർത്ഥിയുടെ ബാങ്ക് പാസ്ബുക്ക്, അക്കൗണ്ട് വിവരം ഉൾപ്പെടുന്ന പാസ്ബുക്കിലെ പേജിന്റെ പകർപ്പും കൂടി അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായി വരുന്നുണ്ട്. കൂടാതെ അപേക്ഷയിൽ പോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതിനകത്ത് വെക്കുക. അപേക്ഷന്റെ പുതിയ കളർ ഫോട്ടോ സ്വീകാര്യമാകുന്ന ഫോർമാറ്റുകളിൽ JPG-യിൽ മാത്രം പരമാവധി 100 KB സൈസിലാണ് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെക്കേണ്ടത്. കൂടാതെ അപേക്ഷകന്റെ ഒപ്പ് ഈ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം വരുന്ന പ്രിന്റ് ഔട്ട് എടുത്തും കൊണ്ട് അതിനകത്ത് ഒപ്പുവെക്കുക. സ്കാൻ ചെയ്ത് വ്യക്തമായി ഒപ്പ് സ്വീകാര്യമാകുന്ന ഫോർമാറ്റുകളിൽ മാത്രം അതിനെ അപ്ലോഡ് ചെയ്ത്, അതും പരമാവധി 100 KB ആണ് വരുന്നത്, അതും അപ്ലോഡ് ചെയ്ത് സമർപ്പിക്കാനാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ഇതിന്റെ പൊതു വിവരങ്ങളും അതിന്റെ മാനദണ്ഡങ്ങളുമായി പറയാനുള്ളത്. ഇനി അടുത്തതായി ഇതിന്റെ ഓൺലൈനിലൂടെ ചെയ്യുന്ന രീതി എങ്ങനെയെന്നും കൂടി ഇതിനകത്ത് ഞാൻ ചുരുക്കി കാണിച്ചു തരുന്നതാണ്. ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലും നാട്ടിലെ ഗ്രൂപ്പുകളിലും ഒക്കെ ഈ വിവരങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് ഇത് എന്ന് നമ്മൾ ഓർമ്മിക്കുക. നമ്മളാൽ പറ്റുന്ന സാമൂഹിക നന്മകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിതൊക്കെ പരമാവധി ഷെയർ ചെയ്യാനും കൂടി പറയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റിലെ പൂർണ്ണ രൂപമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് എന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ ഇത്തരമൊരു സ്ക്രീൻ നമുക്ക് തെളിഞ്ഞു വരുന്നതാണ്. കൃത്യമായി അതിനകത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളം എന്ന് കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഡയറക്റ്റ് അതിനകത്ത് അവരുടെ ലോഗിൻ ID പാസ്വേഡും വെച്ചുകൊണ്ട് ഇതിനകത്ത് കയറി ചെല്ലാവുന്നതാണ്. കൂടാതെ ഇതിനകത്ത് കൊടുക്കാൻ നേരത്തെ പറഞ്ഞ അപേക്ഷകരൊക്കെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. ആദ്യമായി പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ചേർത്ത് വെക്കേണ്ടത്. അവരുടെ പേര് നിർബന്ധമായി ആധാർ പ്രകാരം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തുടർന്ന് ഗാർഡിയൻ നെയിമും തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്തും അതിനകത്ത് മെൻഷൻ ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉദ്യോഗാർത്ഥികൾ 18നും 30നും വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം. അതിനുശേഷം നമുക്ക് പിന്നെ മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ളവർക്കോ ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ജെൻഡർ കൃത്യമായി മെയിലോ ഫീമെയിലോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറോ അതേഴ്സോ എന്ന് നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. മൊബൈൽ നമ്പർ അതേപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കുക. ഇത് നിർബന്ധമായി നമുക്ക് നാളെ വെരിഫിക്കേഷൻ പ്രോസസ്സിനും കൂടി മറ്റുള്ള ആവശ്യമായിട്ട് വരും. തുടർന്ന് കൊടുത്തിരിക്കുന്ന കാര്യമാണ് ആനുവൽ ഇൻകം. അവരുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണമെന്ന് കൃത്യമായി അവിടെ കാണിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും എന്തിനു വേണ്ടിയുള്ള സ്കോളർഷിപ്പിനാണ് അപേക്ഷിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കുന്നതിനകത്ത് നമ്മൾ ഏതാണോ നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടുള്ളത് അത് നമ്മൾ ടിക്ക് ചെയ്ത് മാർക്ക് ചെയ്യുക. തുടർന്ന് എന്ത് കോഴ്സിനാണ് നമ്മൾ അപ്ലിക്കേഷനിൽ സ്കോളർഷിപ്പിനായി കൊടുക്കുന്നുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സ്കിൽ എൻഹാൻസ്മെന്റ് ട്രെയിനിങ് ആണോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും PSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ SSC തുടങ്ങിയ ഏതെങ്കിലും എക്സാം കോച്ചിങ്ങിന്റെ ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ അവിടെ ടിക്ക് ചെയ്യുക. തുടർന്ന് നമ്മളെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കേരളത്തിൽ ഉള്ളവർക്ക് മാത്രമാണ് ഈ അപേക്ഷ എന്നുള്ളതും കൂടിയാണ് നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കേരളക്കാർക്ക് മാത്രമേ ഈ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. തുടർന്ന് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അത് ശ്രദ്ധിക്കുക. അവരവരുടെ പേര് നിർബന്ധമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ നേരത്തെ
പറഞ്ഞു കഴിഞ്ഞു. ആ ബാങ്ക് അക്കൗണ്ടിലെ വിശദാംശങ്ങളും അക്കൗണ്ട് നമ്പറും IFSC കോഡും ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും തുടർന്ന് ഒരു ആധാർ കാർഡും കൂടി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഈ പറഞ്ഞതൊക്കെ വ്യക്തവും ശരിയാണ് എന്ന് കാണിക്കുന്നതിനുള്ള ടിക്ക് മാർക്കും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രൊസീഡ് എന്ന കോളത്തിനകത്ത് നമുക്ക് കയറി ചെല്ലാവുന്നതാണ്. പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപേക്ഷ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു നമ്പർ നമുക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള നമ്മുടെ രേഖകൾ നിർബന്ധമായി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അഡ്രസ് പ്രൂഫാണ് ആദ്യമായി കൊടുത്തിരിക്കുന്നത്. അഡ്രസ് പ്രൂഫിന് ഏതൊക്കെയാണ് രേഖകൾ എന്ന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉള്ള രേഖകൾ മാത്രമേ ഇതിനകത്ത് വെക്കാൻ സാധിക്കുള്ളൂ. അവരുടെ വയസ്സ് തെളിയിക്കുന്നതിനായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമതായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, തുടർന്ന് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് 1,00,000 രൂപയിൽ താഴെ ആയിരിക്കണം. കൂടാതെ അത് 6 മാസത്തിനുള്ളിൽ എടുത്ത നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റും ആയിരിക്കണം. അക്നോളജ്മെന്റ് സ്ലിപ്പ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഏതെങ്കിലും മത്സര പരീക്ഷ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അപേക്ഷ കൊടുത്തതിന്റെ സ്ലിപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൽഫ് ഡിക്ലറേഷനും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഈ കണക്ട് വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ അപേക്ഷ കൊടുക്കുന്നതിന് എല്ലാ നിബന്ധനകൾക്കും നാം തയ്യാറാണ് എന്ന് കൊടുത്തിരിക്കുന്ന സെൽഫ് ഡിക്ലറേഷൻ ഫോമും കൂടി അതിനകത്ത് പറയുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ് ബാങ്ക് പാസ്ബുക്ക് നമ്മൾ ഏതാണ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ സിഗ്നേച്ചർ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്താൽ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഫൈനലായിട്ട് നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നും കൂടി ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് എന്ന ഒരു ലോഗിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം കൊടുത്തിരിക്കുന്ന ചെക്ക് രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇതിനകത്ത് മനസ്സിലാക്കുക, നേരത്തെ സൂചിപ്പിച്ച പ്രകാരമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമ്മുടെ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് കിട്ടും. അവിടെ നമുക്ക് ഡയറക്റ്റ് അപേക്ഷ ചെയ്യാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ന്യൂ അപ്ലിക്കൻ്റായി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ന്യൂ അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ സമയത്തുള്ള വിവരങ്ങളാണ് ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത് എന്നും കൂടി ഞാൻ ഇതിനകത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ നേരത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ചെയ്തിട്ടുണ്ട് എങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഈ ചീഫ് മിനിസ്റ്റർ കണക്ട് വർക്ക് എന്ന ഇതിനകത്ത് പോയി നമ്മുടെ അപ്ലൈ നൗ എന്ന കോളത്തിനകത്ത് കൊടുക്കുക. ഇതിനകത്ത് യോഗ്യതാ നിബന്ധനകളൊക്കെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊസീഡ് എന്ന കോളം നമ്മൾ അടിക്കുകയാണ്. തുടർന്ന് നമ്മൾ എന്തൊക്കെ രേഖകൾ വേണം എന്നുള്ളതും അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾ കൃത്യമായി വിരിച്ചു തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളിവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊസീഡ് ആപ്ലിക്കേഷനിൽ പോവാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് നമ്മൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞ ശേഷം ചെക്ക് രജിസ്ട്രേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശദാംശങ്ങൾ അവിടെ ഓട്ടോമാറ്റിക് വരുന്നതും ആപ്ലിക്കേഷൻ അപേക്ഷ സമർപ്പിക്കാനും സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ എന്താണ്, പുതിയ അപേക്ഷ ചെയ്യുന്ന രീതിയാണ് ഞാൻ നേരത്തെ ആദ്യമായി ഇതിനകത്ത് കാണിച്ചു തന്നത്. കൂടാതെ നമ്മൾ ഇത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്ഥിതി വിവരങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച പ്രകാരം തന്നെ ഈ ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നോ യുവർ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാറ്റസ് വിവരങ്ങൾ ഒന്നെങ്കിൽ അപ്ലിക്കേഷൻ നമ്പർ വഴിയോ അതല്ല എങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തോ നമ്മുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ കൊടുത്ത അപേക്ഷയുടെ സ്ഥിതി. കാരണം ഞാൻ അതിനകത്ത് ഫുള്ളായിട്ടാണ് സമർപ്പിച്ചിട്ടില്ല. അതിപ്പോ ടെമ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, അതായത് താൽക്കാലിക നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇൻകംപ്ലീറ്റ് എന്നാണ് സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ ഇവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനകത്ത് പൂർണ്ണമായും സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് സാക്ഷ്യപത്രം നൽകണം എന്നുള്ളത് നമുക്ക് നേരത്തെ ഇവിടെ കൊടുത്ത പ്രകാരം തന്നെ ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യാണ്. അവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നും കൂടെ കാണിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് കൃത്യമായി ഇതിനകത്ത് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് നമ്മൾ അവിടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയും കൊണ്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ സാക്ഷ്യപത്രത്തിന്റെ ഒരു എങ്ങനെയാണ് വരുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാക്ഷ്യപത്രത്തിന്റെ ഒരു ഫോർമാറ്റ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന അനുബന്ധ 2 സാക്ഷ്യപത്രമാണ്. ഇതിനകത്ത് കൃത്യമായി നേരത്തെ ഞാൻ പറഞ്ഞു
PSCയോ UPSCയോ SSCയോ മുഖാന്തരം അപേക്ഷ കൊടുത്ത് ഇതിന്റെ ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നമ്മൾ കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കുക. അവസാനം ഒപ്പും ചേർത്തും കൊണ്ട് നമ്മളിത് 100 KB സൈസിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ആണ്. ഇത്രയുമാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊതുവിലുള്ള വിവരങ്ങളും അതിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയും. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വെബ്സൈറ്റ് ആണ്. അതിനകത്ത് നമ്മുടെ വലതുഭാഗത്തായി ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് ടു സ്കീം പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഡാറ്റ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് കൂടിയാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചു തന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇത്രയും സമയം നിങ്ങൾ വീക്ഷിച്ച ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ അടുത്തുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ വരും. അത് വരെ നിങ്ങൾ കാത്തിരിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ഐക്കൺ അമർത്തിയും കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുകയും ചെയ്യുക.